അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഇതൊരു മരണവാർത്തയാണ്, ഇതൊരു ജീവിത കഥയാണ്. മരണപ്പെട്ട ആളുടെ കുടുംബത്തിൻ്റെ ജീവിതകഥ. ഒരുപാട് പ്രവാസികളുടെ മരണം നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. മരണപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മളാരും ചിന്തിക്കാറുമില്ല, അത് നമ്മൾ ചികഞ്ഞ് നോക്കാറുമില്ല. അവരുടെ കുടുംബം ഇന്നെങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കാറുമില്ല. ചിലരുടെ കഥ കേട്ടാൽ നമ്മൾ തന്നെ ഒന്നുമല്ലാതായി പോകും. അതുപോലൊരു കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. മരണപ്പെട്ട ഒരു പ്രവാസിയുടെ കുടുംബത്തിലേക്ക്. കേട്ടപ്പോൾ പേഴ്സണലി എന്നെ ഒരുപാട് വേദനിപ്പിച്ച ഒരു കഥയായിരുന്നു ഇത്. ഇന്നും ആ ഒരു കുടുംബം ആ ഒരു പ്രവാസിയുടെ വേർപാടിൽ കഷ്ടതകൾ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ലഭിച്ചതാണ്, ഞാനായിട്ടുണ്ടാക്കിയതല്ല. സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ ദുരിതം തുടങ്ങുന്നത് 11 വർഷങ്ങൾക്ക് മുമ്പ് രഹന എന്ന ഈ ഒരു യുവതിയുടെ ഭർത്താവ് ത്വാഹ അബ്ദുൽ അസീസിൻ്റെ അപകട മരണത്തോടെയാണ് ആ ഒരു കുടുംബത്തിൽ ഈ ദുരിതം തുടങ്ങുന്നത്. രഹനയ്ക്ക് ഇപ്പോൾ 4 മക്കളുണ്ട്. ഭർത്താവിൻ്റെ മരണത്തോടെ ഭർത്തൃവീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി രഹനയുടെ രണ്ടാമതൊരു വിവാഹം നടന്നിരുന്നു. ആ ഒരു വിവാഹം നടന്നുവെങ്കിലും കുടുംബത്തിന് കിട്ടേണ്ട നഷ്ടപരിഹാര തുകയിലായിരുന്നു അയാളുടെ കണ്ണ്. അയാൾ 2 മക്കളെ ജനിപ്പിച്ചതിന് ശേഷം രഹനയെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇവരുടെ ആ ഒരു ജീവിതം വല്ലാത്തൊരു ജീവിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. സംഭവം ശരിക്കും ഇങ്ങനെയാണ്. ഖത്തറിൽ ജോലിക്കിടെ മരിച്ച ഭർത്താവിൻ്റെ ആനുകൂല്യങ്ങൾക്കായി 11 വർഷമായി ഈ ഒരു വീട്ടമ്മ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. വാടക വീട്ടിൽ താമസിക്കുന്ന ഇവരുടെ വാടക മുടങ്ങിയിട്ട് 8 മാസമായി. വാടക വീട്ടിൻ്റെ 8 മാസത്തെ വാടക മുടങ്ങിയതോടെ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏത് നിമിഷവും ഇവരെ പുറത്താക്കും. അങ്ങനൊരവസ്ഥയിലാണ്. പള്ളുരുത്തി VS ഗോവിന്ദൻ റോഡിൽ താമസിക്കുന്ന രഹനയും 4 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. കറണ്ട് ബില്ല് അടക്കാത്തതിനാൽ 5 ദിവസമായി ഇപ്പോൾ ആ ഒരു വീട്ടിൽ വെളിച്ചമില്ലാതായിട്ട്. വല്ലാത്തൊരു ദുരിതത്തിലൂടെയാണ് ആ കുടുംബം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന 4 മക്കളടങ്ങുന്ന കുടുംബം ഇന്ന് കണ്ണീരിലാണ്. പ്രിയപ്പെട്ടവരെ, രഹനയുടെ ചെറിയൊരു പ്രതീക്ഷ സർക്കാരിൽ നിന്നും എന്തെങ്കിലും സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഏറെ സന്തോഷത്തോടെ ജീവിച്ച കുടുംബമായിരുന്നു. ഭർത്താവിൻ്റെ ആ ഒരു മരണത്തോടെ ആ കുടുംബത്തിലെ ദുരന്തം ഒന്നിനുമേലെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജോലിക്കിടെ അപകടത്തിലാണ് ഭർത്താവ് മരണപ്പെടുന്നത്. അതിന് കിട്ടാവുന്ന ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഈ ഒരു സംഭവം നടന്നിട്ട് വർഷങ്ങളേറെയായി. എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങളോ ആനുകൂല്യങ്ങളോ ഈ കുടുംബത്തിന് ഇന്നേ വരെ ലഭിച്ചിട്ടുമില്ല. രഹന ഇങ്ങനെയും പറയുന്നുണ്ട്. ബന്ധുക്കളിൽ ചിലർ ചേർന്ന് തനിക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തതായും രഹന പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു 11 വർഷങ്ങൾക്കിടെ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ ആ തുകയ്ക്ക് വേണ്ടി രഹന മുട്ടാത്ത വാതിലുകളില്ല. 2.5 ലക്ഷം രൂപയുടെ മരണാന്തര ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവർ പറഞ്ഞ മറുപടി അതൊക്കെ ക്ലോസ് ചെയ്തു പോയി എന്നായിരുന്നു. രഹനയുടെ 2 മക്കളും നന്നായി പഠിക്കുന്ന മക്കളാണ്. ഈ വർഷം ഉയർന്ന മാർക്കോടെ +2 നിന്നും വിജയിച്ചുവെങ്കിലും തുടർ പഠനത്തിന് വഴി കാണാതെ വിഷമിക്കുകയാണ് ഈ ഒരു സഹോദരി. പാവം, ഈ ഒരു സഹോദരിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ബന്ധുക്കളും മറ്റും കൈക്കലാക്കി എന്നുള്ള ഒരു പരാതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നൽകിയിരുന്നു. പക്ഷേ അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനെ കണ്ടും കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു ഈ ഒരു യുവതി. ഇപ്പോൾ ഈ ഒരു യുവതി ആകെ പ്രതീക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ഒരു സഹായമാണ്, പിന്നെ ഇവരെക്കുറിച്ച് അറിയുന്നവരുടെ സഹായവും. ആ ഒരു സഹായം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു യുവതി ഇന്നും ജീവിച്ചു പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വാർത്ത എനിക്ക് ഫേസ്ബുക്കിലൂടെ ലഭിച്ചതാണ്. ഇത് വായിച്ചു തീർത്തപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി, ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെന്നത്. എന്തൊരു ദുരിതപൂർവമായ ജീവിതമാണ് അവരുടേത്. ആരെങ്കിലും ഇതൊക്കെ അറിയുന്നുണ്ടോ? എല്ലാവർക്കും അവരുടേതായ ജീവിതം, അവരവരുടെ ജീവിതമാണ് അവർക്ക് വലുത്. പടച്ചറബ്ബേ എന്തെങ്കിലും വഴി കാണിക്കുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം. പടച്ചറബ്ബേ നീ അവരെ കൈവിടല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുന്നത്. എല്ലാവരും ദുആ ചെയ്യുക ആ ഒരു സഹോദരിക്ക് വേണ്ടി. ഇതുപോലെ എത്രയെത്ര കുടുംബങ്ങളുണ്ടാകും, നമ്മളറിയാത്ത, നമ്മൾ മനസ്സിലാക്കാത്ത. ഓരോ കുടുംബത്തിലും കയറി ചെന്ന് നോക്കിയാലേ അറിയൂ ആ കുടുംബത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. അത് മനസ്സിലാക്കി തരുവാനും കൂടിയാണ് രഹന എന്ന ഈ ഒരു സഹോദരിയുടെ കഥ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിച്ചത്.
ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.